എന്റെ നീതീകരണം തന്നെ കൃപയില്ല. ആമീൻ. പിന്നെ എനിക്കെങ്ങനെ മറ്റുള്ളവരെ വിധിക്കാൻ പറ്റുന്നത്? എന്നെ വിധിക്കാം, എന്റെ കുറവുകളെ കണ്ടുപിടിക്കാം, കർത്താവിൽ നീതീകരിക്കപ്പെടാം, അവന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് മറ്റുള്ളവനെ കുറിച്ച് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. Because God has not given me the right to judge others. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത്? അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായി കാൽവറിയിൽ. എനിക്ക് ചെയ്യാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പാപത്തിന്റെ പിടിയിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതി തന്നു കൃപയാൽ. നമുക്ക് ചിന്തയിലേക്ക് വരാം. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വീട്ടിൽ ഇങ്ങനെ ഫാമിലി പ്രയറിൽ ഞാൻ സങ്കീർത്തനം വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തൂടെ കിട്ടിയ ഒരു ചിന്തയോട് ബന്ധപ്പെട്ട ഇന്ന് വചനത്തിൽ നിന്ന് ഞാൻ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. 34 സങ്കീർത്തനം 34 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആമേൻ. ഈ വചനം താഴോട്ട് നീതിമാൻ, അവിടെ ഒന്നൊരു 4 വട്ടം നീതിമാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവ് എങ്ങനെയുള്ള ഒരു നീതിയാ, എങ്ങനെയുള്ള ഒരു നീതിമാന്റെ നിലവിളിയാ ദൈവം കേൾക്കുന്നത്? ആ ഒരു ചിന്തയോട് ബന്ധപ്പെട്ട് പല ചിന്തകളിലേക്ക് ദൈവം പഴയ സ്തോത്രം പ്രകാരമുള്ള നീതിയുടെ ഒരു കാലത്ത് എഴുതിയ സങ്കീർത്തനമാണ്. ന്യായം പ്രമാണിക്കുന്നത് ഉള്ള ഒരു കാലം, ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുത്ത കാലത്തെഴുതിയ ഒരു നീതിയാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിലും ഈ നീതി എന്നെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എങ്ങനാ നീതിമാനായത്? അപ്പം നീതിമാനായ എൻ്റെ അവകാശങ്ങൾ, നീതിമാനായ എൻ്റെ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ എന്തോ ആണെന്ന് ഹല്ലേലൂയ എനിക്കവിടെ കാണാൻ പറ്റി. ഇനി താഴോട്ട് വായിക്കാം. സ്തോത്രം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞുപോകുകയുമില്ല. മതി. സ്തോത്രം. ഇവിടെ നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുവരോട്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെന്ന് ഉറപ്പുള്ളവരുടെ മേൽ ഹല്ലേലൂയ ഒരു സന്തോഷത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. യഹോവ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ആമേൻ. അത് ഇവിടെ നിന്നുണ്ടായിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മാറുന്ന കണ്ണല്ല. 24 hours ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തി കൊണ്ടുള്ള നീതിയല്ല നമ്മൾ പ്രാപിച്ചത്, ന്യായപ്രമാണത്തിൻ്റെ നീതിയല്ല ദൈവം നമുക്ക് തന്നത്. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ. വായിച്ചാട്ടെ ഗലേഷ്യൻസ് 2:16. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. സ്തോത്രം. ഒരു ജഡവും നീതീകരിക്കപ്പെടില്ലല്ലോ. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്നു വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ? ഒരു നാളുമല്ല. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. മതി. സ്തോത്രം. ഇവിടെ ആദ്യ 16 വാക്യം, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ആമേൻ. നാം ക്രിസ്തു യേശുവിൽ എപ്പോൾ വിശ്വസിച്ചു അപ്പോൾ നാം നീതീകരിക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. എന്തോ ആ വിശ്വാസം? നമ്മൾ റോമാലേഖനം 10:9-10 വായിച്ചാട്ടെ. റോമാലേഖനം. ആമേൻ. എന്തോ നമ്മൾ വിശ്വസിച്ചത്? ക്രിസ്തുവിൽ യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. മതി 9ഉം 10ഉം. ഓക്കെ. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും. 2 കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നാം നീതിമാന്മാരായത്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, എന്താ ആദ്യം ചെയ്യേണ്ടത്? വായ് കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. 9 പറയുന്നത് എന്തുവാ? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും അവനെ കർത്താവും ദൈവവും പിതാവുമായിട്ട് നാം ഏറ്റുപറയണം. വായ് കൊണ്ട് തന്നെ പറയണം അത്. ഹല്ലേലൂയ. രണ്ടാമത്തേത്, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? രക്ഷിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്കിത് പറഞ്ഞു കൊടുക്കുക. ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കണ്ട. യേശുവിനെ അവർക്ക് പകർന്നു കൊടുക്കുക. രക്ഷയുടെ അനുഭവം അവർ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വായ് കൊണ്ട് അവർ ഏറ്റുപെടുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടത് അങ്ങനെ. ആമേൻ. ഇങ്ങനെ ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ എന്തുവാ? ക്രിസ്തുയേശുവിലൂടെ എനിക്ക് നീതീകരണം പിതാവിൻ്റെ മുമ്പിൽ ലഭിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നവരാ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള നീതിമാന്റെ നിലവിളിക്ക് യഹോവ ചെവി തരും. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി ടു ജീസസ്. ഇങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ട. ഫിലിപ്പിയ ലേഖനം 3:9 ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പിയൻസ് 3:9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് കരുണ നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ അത് മാത്രം മതി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്തുവാ? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല. ആമേൻ. നമ്മുടെ സ്വന്തം നീതിയോ പ്രവൃത്തികളോ എല്ലാം കറപുരണ്ട തുണികളാ. ആമേൻ. ദൈവം നോക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പഴയ നിയമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം തെളിയിച്ചു തരാം. സ്തോത്രം. നമ്മുടെ യാതൊരുവിധ നീതി പ്രവൃത്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം വിശുദ്ധനാ. ആമേൻ. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ടോ നമുക്കെന്തെങ്കിലും പേരുള്ളത് കൊണ്ടോ ദൈവത്തിന് അവിടെ നമ്മളെ അറിയത്തില്ല. ആമേൻ. ദൈവത്തിന് നമ്മളെ അറിയാവുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ആമേൻ. ഹല്ലേലൂയ. അവന്റെ നീതീകരണമാണ് നമുക്ക് തന്നത്. അതിനുവേണ്ടി അവനൊരു വില കൊടുത്തു കാൽവറിയിൽ. അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോളാ ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അല്ല, അതെൻ്റെ സ്വന്തം നീതി അല്ല. ആമേൻ. എൻ്റെ ഒരു ന്യായപ്രമാണവും കൊണ്ട് എൻ്റെ എന്തോ ഒരു നല്ല എന്തു ചെയ്താലും അതൊക്കെ ദൈവത്തിന് മുമ്പിൽ കറപുരണ്ട തുണിയാ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് വായിച്ചാട്ടെ. അടുത്ത റോമാലേഖനം 3:19-20 വായിക്കുമെന്ന് വായിച്ചാട്ടെ. റോമൻസ് 3:19-20. ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിനും കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ആമേൻ. മതി. സ്തോത്രം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ആമേൻ. സ്തോത്രം. ഇവിടെ എന്താ പറഞ്ഞത്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്ര വരുന്നത്. നമ്മുടെ ന്യായപ്രമാണം എന്തോ എഴുതി കഴിഞ്ഞപ്പോൾ അതിലെഴുതിയ ന്യായപ്രമാണങ്ങൾ എഴുതി വെച്ചു. അത് ചെയ്യാത്തവർ അത് പാപമായിട്ട് തീർന്നല്ലേ? അത് പല കാര്യങ്ങൾ പാപമാണെന്ന് എഴുതി വെച്ചു. അത് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ അത് പാപമാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു കാര്യം എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ധിക്കരിക്കുമ്പോൾ അത് ധിക്കാരമായി മാറുന്നല്ലേ? നമുക്കൊരു നിയമം രാജ്യത്തിനുണ്ട്. ആ രാജ്യ നിയമങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് തെറ്റായ കാര്യം നാം ചെയ്യുന്നത്. ആ നിയമം എഴുതി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് പാപമാണെന്ന് തോന്നത്തില്ല. അപ്പം ന്യായപ്രമാണം എഴുതി വെച്ചതുകൊണ്ട് ഒരു കാര്യം, പാപത്തിന്റെ പരിജ്ഞാനമേ അവിടെ വന്നുള്ളൂ, പാപം മാറിയില്ല. ആമേൻ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവിടെ പാപം എഴുതി വെച്ചു. അതിന് പലവിധ യാഗങ്ങളുണ്ടായിരുന്നു. ഈ യാഗം ചെയ്യും, പിന്നെയും പാപം ചെയ്യും.
പരിഹാരയാഗങ്ങളുണ്ട്. പിന്നെയും ആ വഴിയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള പാപപരിഹാരം പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായ ഒരു പാപപരിഹാരത്തിനായിട്ട് ഒരു പാപവുമില്ലാത്ത നിർദോഷയായ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അവൻ എന്നെ നീതീകരിക്കുന്നു, ഞാൻ നീതിമാനല്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ നീതിമാന്മാരാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ പലരെയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ നീതിമാന്മാര് ക്രിസ്തുവില. നമുക്കതുകൊണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെയും വിധിക്കല്ല്. ബിക്കോസ് ഗോഡ് ഹാസ് നോട്ട് ഗിവൺ, ബൈബിളിൽ പറഞ്ഞിട്ടില്ല ആരെയും വിധിക്കാൻ. ബിക്കോസ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, എനിക്ക് വിധിക്കാൻ പറ്റത്തില്ല. എനിക്ക് വിധിക്കാൻ പറ്റത്തില്ല. എൻ്റെ ന്യായപ്രമാണം തന്നെ, എൻ്റെ നീതീകരണം തന്നെ കൃപയില്ല. പിന്നെ എനിക്കെങ്ങനെ മറ്റുള്ളവരെ വിധിക്കാൻ പറ്റുന്നത്? എന്നെ വിധിക്കാം, എൻ്റെ കുറവുകളെ കണ്ടുപിടിക്കാം, കർത്താവിൽ നീതീകരിക്കപ്പെടാം, അവൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് മറ്റുള്ളവനെ കുറിച്ച് പറയാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ബിക്കോസ് ഗോഡ് ഹാസ് നോട്ട് ഗിവൺ മീ ദ റൈറ്റ് ടു ജഡ്ജ് അതേഴ്സ്. ആമേൻ. നാം വചനം പഠിക്കുമ്പോൾ നമ്മുടെ ബന്ധനം അഴിയും. വചനം പഠിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. ഈ പകുതി അറിവുകളാണ് നമ്മളെ പലരും കേട്ടിട്ടാ പലരും പറയുന്ന കേട്ടിട്ടല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം, വചനം പറയുന്ന കേട്ടിട്ടാ നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആഴങ്ങളിൽ നാം വചനം പഠിക്കണം. ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടല്ല, ദൈവവചനം പഠിക്കണം. ദ വേർഡ് വിൽ സെറ്റ് യു ഫ്രീ. ആമേൻ. അങ്ങനെ ഞാൻ നീതിമാനായി തീർന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിലോട്ട് വരാം. ഇങ്ങനെയുള്ള നീതിമാന്റെ നിലവിളി ദൈവം കേൾക്കും. ഹല്ലേലൂയ. അവിടെ പ്രവൃത്തികളെ നോക്കിയാൽ നമ്മുടെ നിലവിളി ദൈവം കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ വിശ്വാസി എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതിമാനാ. വിശ്വാസം. ഹല്ലേലൂയ. എല്ലാത്തിനും ആധാരം വിശ്വാസം. ഞാൻ പറഞ്ഞു, എന്തുവാ വിശ്വാസം? വിശ്വാസം എന്ന് എന്തെങ്കിലുമല്ല, ആരില്ലെങ്കിലുമല്ല, യേശു ക്രിസ്തുവിലാ വിശ്വാസം. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നത്? അവൻ എനിക്ക് വേണ്ടി പകരക്കാരനായി കാൽവറിയിൽ. എനിക്ക് ചെയ്യാൻ കഴിയാത്ത, ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പാപത്തിന്റെ പിടിയിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ അവൻ എഴുതി തന്നു കൃപയാൽ. ഒന്ന് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നാം നിത്യതയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ യഥാർത്ഥ സത്യം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രാഗൽഭ്യം എനിക്ക് പകരക്കാരനായി തീർന്നു. ഞാൻ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നീതി കൊണ്ടല്ല ഞാൻ നീതിമാനായത്. ഹല്ലേലൂയ. ഒരുത്തം പോലും ഇല്ല. വായിക്കാം. ഹല്ലേലൂയ. 3 റോമാലേഖനം 3:9 തൊട്ട് വായിച്ചാട്ടെ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാവുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇവിടെ വായിക്കുന്നുണ്ട്, ആകയാൽ എന്ത്? പൗലോസ് പറയാ, ആകയാൽ എന്ത് വിശേഷത? പൗലോസ് എഴുതിയ ഈ ലേഖനം റോമർക്ക് എഴുതിയ ലേഖനം, റോമായിലെ വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമായത്. ആമേൻ. പൗലോസ് അവിശ്വാസിക്ക് എഴുതിയ ലേഖനമല്ല, ഇത് വിശ്വാസിക്ക് എഴുതിയ ലേഖനമാ. റോമയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയ ലേഖനമാ. ആകയാൽ എന്തു വിശേഷം? ആമേൻ. നമുക്ക് വിശേഷമുണ്ടോ? ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദനുമില്ല, യവനനുമില്ല. യഹൂദനുമില്ല, ബാക്കിയുള്ളവരെ ജാതികളെന്നാ വിളിക്കുന്നത്. യഹൂദനുമില്ല, ജാതികൾക്കുമില്ല വിശേഷത. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ഒരുപോലെ പാപത്തിൻ കീഴിൽ ആകുന്നു. നമ്മൾ നല്ല ശ്രദ്ധയോട് കേൾക്കണം. നമ്മളെല്ലാം ഇപ്പം കുട്ടപ്പന്മാരെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നത് ദൈവം നമ്മളെ വിശ്വാസത്താൽ രക്ഷിച്ചത് കൊണ്ടാ. ആമേൻ. പ്രാഗൽഭ്യത്തോടെ ഞാൻ വിളിച്ചു പറയുക,
ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ യേശു എന്നെ രക്ഷിച്ചത് കൊണ്ടാ. പഴയ എൻ്റെ സ്വഭാവം നോക്കിയാൽ എൻ്റെ അടുത്തു പോലും കർത്താവ് വരത്തില്ല. ആമേൻ. പൗലോസ് പറയുന്നു, ആ പാപിയിൽ ഞാൻ ഒന്നാമൻ. സ്തോത്രം. എൻ്റെ നീതീകരണം എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ നീതിമാനായി തീർന്നു. എനിക്ക് നീതി ലഭിച്ചു. എന്നെ ശിക്ഷയിൽ നിന്നും ദൈവം രക്ഷിച്ചു. ഈ വലിയ അറിവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ചെല്ലട്ടെ. ഹാലലുയ. വിശ്വാസം മറന്നു പോകല്ലേ. എൻ്റെ പകരക്കാരൻ കാൽവറിയിൽ മരിച്ചു. ഹാലലൂയ. അതുകൊണ്ട് ഒരുത്തൻ പോലുമില്ല നീതിമാൻ, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവർ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ആമേൻ. അവരുടെ തൊണ്ട നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങളുടെ കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്യണം. ആമേൻ. നാം രക്ഷിക്കപ്പെട്ടവരാ. ഗ്ലോറി. കർത്താവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരണം. നമ്മുടെ സംസാരം. Hallelujah. And we have no right to say bad about others. Hallelujah. എനിക്ക് എന്നെ വിധിക്കാം. Hallelujah. മറ്റുള്ളവരെ വിധിക്കാൻ I have no right. പഴയ നമ്മുടെ പ്രകൃതിയാ അത്. ആമേൻ. വചനമാ പറയുന്നത്, നമ്മുടെ പ്രകൃതിയാ. മനുഷ്യൻ ഭയങ്കരനാ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വിശ്വാസിയും അവിശ്വാസിയും. ഹാലലൂയ. നമ്മുടെ വാക്കുകളെ നാം സൂക്ഷിക്കണം, നമ്മുടെ ജീവിതത്തെ നാം സൂക്ഷിക്കണം. ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. അത് വ്യക്തിപരമായിരിക്കും. അതൊരു കൂട്ടം കാണത്തില്ല. നമ്മുടെ കൂടെ, എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കാണത്തില്ല. ഞാൻ ഏകനായിട്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും. എൻ്റെ ഓരോ വാക്കുകൾക്കും ഞാൻ ഹാലലൂയ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. നാം ഓർത്തുകൊള്ളണം. ഹാലലൂയ. ദൈവത്തിന്റെ വചനം നമ്മളോട് ഇടപെടുമ്പോൾ നാം ആഴങ്ങളിൽ അതിനെ ഏറ്റെടുക്കണം. ഞാൻ ആരായിരുന്നു? എന്നെ ഇന്ന് ആരാക്കി? എന്തിനാ ദൈവം എന്നെ ആക്കിയിരിക്കുന്നത്? കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ. ഹാലലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ജഡവും പ്രശംസിക്കത്തില്ല, പറ്റത്തില്ല. ന്യായപ്രമാണത്തിന് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നാം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ ഹാലലൂയ ദൈവത്തിന് പറ്റത്തില്ല. അവൻ്റെ പുത്രനിലുള്ള വിശ്വാസമല്ലാതെ നമ്മളെ രക്ഷിക്കാൻ മറ്റൊന്നിനും കഴിയത്തില്ല. സ്തോത്രം. ഹാലലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്, കരമടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് രക്ഷയ്ക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്യാം. നമ്മളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായിട്ട് എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. യഥാർത്ഥമായിട്ടും നാം യേശുവിൻ്റെ വചനമനുസരിച്ച് നീതീകരിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവമേ, അതുകൊണ്ടാണല്ലോ എൻ്റെ നിലവിളി കേൾക്കുന്നത്. എൻ്റെ പ്രവൃത്തികൾ ഓർത്താൽ അല്ല. എനിക്കതുകൊണ്ട് കുറ്റബോധമില്ല. ഹാലലിയ. പാപത്തെക്കുറിച്ച് ബോധമില്ല. അതിനെ കഴുകുന്ന ഒരു ദൈവം. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ പാപം നോക്കുന്നവരാ. നമ്മുടെ ബിസിനസ് അതാ. We are not looking into us. എനിക്ക് എന്നെ നോക്കാൻ സമയമില്ല, മറ്റുള്ളവരുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. We are trying to find fault in others. ഞാനൊക്കെ പരിപാടിയെ നിർത്തി. ഞാൻ എൻ്റെ എങ്ങനെ എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാം. I will go and encounter with Jesus. എങ്ങനെ നല്ലവനായിട്ട് ജീവിക്കാം. ദുബായിലുള്ള എൻ്റെ അനിയൻ പറയും, വലിയ അറിവൊന്നുമില്ല അദ്ദേഹത്തിന് ആത്മീയമായി, വിളിക്കും പറയും, ഒരു നല്ല മനുഷ്യനായിട്ട് വിശ്വാസത്തിൽ വന്നിട്ട് അദ്ദേഹത്തിനോട് പറയും, ഒരു നല്ല മനുഷ്യരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ ഇടയിൽ. ഒരു നല്ല മനുഷ്യനായിട്ടൊന്ന് ജീവിക്കുക. സ്തോത്രം. മറ്റ് ജാതികൾ നമ്മളെക്കാളും നല്ലതായിട്ട് ജീവിക്കുന്നവരുണ്ട്. നമുക്ക് നല്ല മനുഷ്യരാകാം ഈ ദിവസങ്ങളിൽ. അറ്റ്ലീസ്റ്റ് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരല്ലേ നമ്മൾ. ആമേൻ. ദൈവം നമ്മളെ നീതീകരിച്ചതല്ലേ, കൃപയാലല്ലേ ഇതെല്ലാം തന്നത്. അതുകൊണ്ട് കൃപയായിട്ട് നമുക്ക് കൊടുക്കാം മറ്റുള്ളവർക്ക്. ആമേൻ. ഒന്നും നാം വില കൊടുത്തു നേടിയതല്ലല്ലോ, എല്ലാം ക്രിസ്തു തന്നതല്ലേ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ദാനമായിട്ട് തന്നതാണെങ്കിൽ ഒന്ന് തീരുമാനമെടുക്കുക, ഞാൻ ദാനമായിട്ട് കൊടുക്കും. മറ്റുള്ളവനെ ഞാൻ കരുതും. അവന്റെ വീഴ്ചയിൽ ഞാൻ അവനെ താങ്ങും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ മുറിപ്പെടുത്തുന്നതിന് പകരം അവനെ പ്രിസർവ് ചെയ്യും. ഞാൻ ലോകത്തിന്റെ ഉപ്പ.
Because I am the salt of the world. Because ക്രിസ്തുവിൽ ഞാൻ ഈ ലോകത്തിന്റെ ഉപ്പ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് അതിന് രുചി വരുത്താം? പുറത്തിട്ട് ചവിട്ടും. ആമേൻ. ഐ വാണ്ട് ടു ബി ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാൻ യേശുവിലാകുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ഒരു സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ കൃപയിലാണ് എനിക്കെല്ലാം ലഭിച്ചത്. നീതീകരണം കൃപയാൽ, രക്ഷ കൃപയാൽ, ഹല്ലേലൂയ, വീണ്ടെടുപ്പ് കൃപയാൽ. അങ്ങനെങ്കിൽ കൃപയാൽ ലഭിച്ചത്, ഒരു വിലയും കൊടുക്കാതെ ലഭിച്ചത്, നമുക്ക് വിലയില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇൻസ്റ്റെഡ് ഓഫ് മറ്റുള്ളവരെ ഹല്ലേലൂയ പ്രിസർവ് ചെയ്യാൻ, നമുക്ക് ഉപ്പ് പ്രിസർവ് ചെയ്യുന്നതാ. ആമേൻ. വി ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നാം ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഇരുട്ടിക്കടന്ന ദുഷ്ടന്മാരായിരുന്ന നമ്മൾ, കാട്ടൊലിവായിരുന്ന നമ്മൾ, കാട്ടുമരങ്ങളായിരുന്ന നമ്മൾ, ഇച്ചിരൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, കാടൻ സ്വഭാവത്തിന് ഇപ്പോഴും അതൊക്കെ പൊങ്ങി വരും. ചിലപ്പോഴ് കാടൻ സ്വഭാവത്തിന് അടിമകളായിരുന്ന പഴയ മനുഷ്യനായ നമ്മളെ ദൈവം മാറ്റിയെടുത്തു. ഇപ്പം നമ്മൾ ഇതൊന്നും ഓർക്കത്തില്ല. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ പൊങ്ങി വരാതെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ, പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലേക്ക് പരമയുള്ള ഇടിയുടെ രാക്കിലേക്ക് തന്നെ ഓടുകയാ. അത് പുറകെ ഉണ്ട് പഴയ സ്വഭാവം. എപ്പോഴും ഞാൻ പറയുന്നതാ, പഴയ സ്വഭാവം പുറകിലുണ്ട്, വിട്ടുവന്നത് പുറകിലുണ്ട്, വിട്ടുവന്ന പാരമ്പര്യങ്ങൾ പുറകിലുണ്ട്, നിന്നെ പിടിക്കാൻ പുറകെ ഉണ്ട്. അതിന് വിട്ടുകൊടുക്കല്. നമ്മളെ വിട്ടിട്ടോടണം. എങ്ങനെ ഓടണം? വിശ്വാസത്തിന്റെ നായകനും, എബ്രായ ലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കണ്ട് ഓടണം, അല്ലെങ്കിൽ നാം പെട്ടുപോകും. Hallelujah. Thank you, Jesus. Amen. Hallelujah. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് അല്പസമയം. നാം ജീവനുള്ളവരായിട്ട് നമുക്ക് ലഭിച്ച പദവിയെന്നോർത്ത് കർത്താവിലൊന്ന് സന്തോഷിക്കാമോ? Hallelujah. Praise the Lord. Hallelujah. ഒന്ന് വായിക്കാം നമുക്ക്. നമ്മുടെ നീതീകരണം സക്കറിയ 3 സക്കറിയ 3:1-4 എന്ന് വായിച്ചാട്ട്. സക്കറിയ 3:1-4. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്നു വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്നു കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്നു കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു. നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. സ്തോത്രം. മതി. 3-5-4 വരെ, 1-4 വരെ, 3. അനന്തരം അവൻ എനിക്ക് നമ്മുടെ നീതിപ്രവർത്തികളാ, നമ്മുടെ നീതിപ്രവർത്തികൾ, നമ്മൾ ശുശ്രൂഷയില സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, എല്ലാം പറയും നമ്മുടെ നീതിപ്രവർത്തികൾ. അല്ലെങ്കിൽ അന്നത്തെ മഹാപുരോഹിതനായ ജോഷുവയെക്കുറിച്ച് സക്കറിയ പ്രവാചകന് കാണിച്ചു കൊടുത്ത ഒരു ദർശനമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചോണം. അനന്തരം അവൻ എനിക്ക്, സക്കറിയാവിന് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നത്, സാത്താൻ അവനെ കുറ്റം ചുമത്തുന്നവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അന്നത്തെ മഹാപുരോഹിതനാ. ആമേൻ. ഹൈ പ്രീസ്റ്റ്. ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ, അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതൻ സ്വർഗത്തിൽ കാണിച്ചു കൊടുക്കുന്ന ദർശനമാ ദൈവത്തിന് മുമ്പിൽ. കണ്ടോണം. വായിക്കും, താഴോട്ട് വായിക്കാം. കുറ്റം ചുമത്തുവാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും തീയിൽ നിന്നും പുത്രന്റെ രക്തത്തിൽ വലിച്ചെടുത്ത കൊള്ളികളാ.
ഇത് പറഞ്ഞ നമ്മളെ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി പിശാച് വാദിച്ചുകൊണ്ട് ഇന്നും ചെല്ലുന്നുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പിശാചിന് വാദിച്ചുകൊണ്ട് ദൈവസന്നിധി ചെല്ലാൻ പറ്റും. ഹല്ലേലൂയ. പിന്നെ പത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഈ മുഷിഞ്ഞ വസ്ത്രം എന്തുവാ കാണിക്കുന്നത്? നമ്മുടെ പാപത്തെയാ കാണിക്കുന്നത്. മഹാപുരോഹിതനായ യോശുവ സ്വർഗതലത്തിൽ ചെന്നപ്പം പിശാച് ക്ലെയിം പറയുക, തേണ്ട മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വയം നീതീകരണത്താൽ ഉണ്ടാകുന്നത്. ദൈവസന്നിധി ചെല്ലുമ്പം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ അവൻ? ആമേൻ. അവിടെ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ, യേശു പറയും, ഇവനെ ഞാൻ തീയിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളിയ, ഇവനെ എൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് വീണ്ടെടുത്തതാ. നിനക്ക് അവൻ്റെ മേൽ അധികാരമില്ല, അവൻ്റെ നീതിപ്രവൃത്തി കൊണ്ടല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ നമ്മുടെ നീതിപ്രവൃത്തികൾ കറപുരണ്ട തുണികളാ. അത് താഴോട്ട് എന്തുവാ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൂതന്റെ മുമ്പിൽ നിൽക്കുകയാ. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്നും നീക്കിക്കളയുവീനെന്ന് കൽപ്പിച്ചു. ഇതുപോലെ നമ്മളുടെ നീതീകരണമല്ല, ദൈവം നമ്മളെ നീതീകരിച്ചു, നീതിമാന്മാരാക്കി. നമ്മളെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അങ്ങ് ദൈവം സ്വയമായിട്ട് നമ്മളെ നല്ല വസ്ത്രം ധരിപ്പിച്ചു. ഇത് മനസ്സിലാകുന്നുള്ളവർ എത്ര പേരാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് സ്വന്തം നീതിയിൽ പുകഴാൻ പറ്റത്തില്ല. നമ്മളെ നീതീകരിച്ചതാ ദൈവം. ഇതൊന്ന് ഉള്ളിലോട്ട് കയറട്ടെ. ഹല്ലേലൂയ. പുതിയ വസ്ത്രം നമ്മളെ ധരിപ്പിച്ചതാ. ഹല്ലേലൂയ. തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളികളാ നമ്മൾ. നശിച്ചു പോകേണ്ട ദുഷ്ടന്മാരായിരുന്നു നമ്മൾ. ഹല്ലേലൂയ. ദൈവം കേൾക്കാതിരുന്ന ദുഷ്ടന്മാരായിരുന്ന നമ്മളുടെ നിലവിളി ഇപ്പം ദൈവം കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? കർത്താവായ യേശു ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട്. ഒരു കാലത്ത് ദുഷ്ടന്മാരായിരുന്ന, ഇവിടെ നമ്മൾ സങ്കീർത്തനം വായിച്ചു, ദുഷ്ടന്മാരുടെ നിലവിളി അവൻ കേൾക്കുന്നില്ല, നീതിമാന്റെ നിലവിളി അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പറയും, അവൻ വലിയ ദുഷ്ടൻ, ഞാൻ വലിയ നീതിമാൻ. ആമീൻ. ഇത് വന്ന ഒരു വഴിയുണ്ട് എങ്ങനെ ഞാൻ നീതീകരിക്കപ്പെട്ടെന്ന്. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആരെയും നോക്കി വിധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും പറ്റുന്നത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, അതിലും പുകഴല്ലേ. ആമേൻ. അതാ ഞാൻ പറഞ്ഞ മഹാപുരോഹിതൻ അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. അവൻ്റെ മേലാ ഹല്ലേലൂയ പിശാച് ക്ലെയിം ഇടുന്നത്. അപ്പോഴാ പറഞ്ഞത്, പാപം അവനുണ്ട്. പാപം നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇതിനെ മറച്ചതാ. ഇല്ലെന്നല്ലോണ്ട് ദൈവം അതിനെ മറച്ച് നമ്മളെ പുതിയ വസ്ത്രം, ഉത്സവ വസ്ത്രം ധരിപ്പിച്ചതാ. തൻ്റെ ദേഹമെന്ന തിരശീല കീറി നമ്മൾ കേട്ടതുപോലെ ഏതു നേരത്തും കൃപാസനത്തിൽ ചെല്ലുവാൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിച്ച മഹാപുരോഹിതന്റെ അവസ്ഥയാ സ്വർഗത്തിൽ അവന് വേണ്ടി ക്ലെയിം ചെയ്യുന്ന പിശാച്. ഹല്ലേലൂയ. അവിടെ നോക്കിയാണ് നമ്മുടെ കർത്താവ് പറയുക, ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചു, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളയുവീൻ. ഹല്ലേലൂയ. നീക്കിക്കളയുവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ആമേൻ. ഞാൻ നിന്റെ ഉള്ളിൽ നിന്ന് പാപം പോക്കിക്കളഞ്ഞു, ഞാനെടുത്ത് മാറ്റി. ഹല്ലേലൂയ. ഇതാ രക്ഷ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തിയല്ല, അവൻ വിശ്വസിച്ചതുകൊണ്ട് എടുത്ത് കളഞ്ഞതാ. ആമേൻ. ഇത് നമ്മൾ എടുത്തു മാറ്റി മേളിൽ നിറങ്ങി വന്ന പോലെ ഇപ്പം നമ്മുടെ നിപ്പ്. ഹല്ലേലൂയ. ഇതറിയാത്തത് കൊണ്ടാണ് പലതും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ലഭിച്ച രക്ഷ എങ്ങനെ കിട്ടിയെന്നും അതിന് നമ്മൾ വില കൊടുത്തിട്ടില്ലെന്നും അത് ദാക്ഷിണ്യമായിട്ട് കൃപയാൽ ദൈവം തന്നതാണെന്നും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് യഥാർത്ഥമായിട്ടും ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17 തൊട്ടുള്ള വാക്യങ്ങൾ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ നിന്ന് ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്നോർക്ക.
എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും അങ്ങനെ തന്നെ. ആമേൻ. മതി, സ്തോത്രം. 17 വാക്യം ഇങ്ങനെ വന്ന്, കൊമ്പുകളിൽ ചിലത് ഒടിച്ച് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർന്നു എങ്കിൽ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നത്. ഇത് വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായല്ലേ? ഹല്ലേലൂയ. കൊമ്പുകളിൽ ചിലത് ഒടിച്ച്, ഈ ഒടിഞ്ഞുപോയ കൊമ്പാരാന്നറിയാമോ? ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ഒടിഞ്ഞുപോയി. ആമേൻ. അവർ ഒടിഞ്ഞു പോയത് എങ്ങനെയാണെന്നറിയാമോ? അവിശ്വാസത്താൽ. അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ, അവർ രക്ഷകനിൽ വിശ്വസിച്ചില്ല. അവര് രക്ഷകനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലൂടെ കാലാന്തരങ്ങളിൽ എഴുതി വെച്ച യേശുവിനെ അവർക്ക് മനസ്സിലായില്ല, മശിഹായെ അവർക്ക് മനസ്സിലായില്ല. അവർ തള്ളിപ്പറഞ്ഞു, ഒടിഞ്ഞുപോയി. ദൈവം ഒടിച്ചു കളഞ്ഞതല്ല, അവിശ്വാസത്താല് അവര് വീണതാ. ആമേൻ. കാട്ടൊലിവാ നേരം നമ്മള് കാടന്മാരാ, ദൈവത്തിന്റെ ജനമല്ലാത്തവർ. സ്തോത്രം. ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. അവരൊടിഞ്ഞു പോയതല്ല, ദൈവം അവരെ ഓടിച്ചു കളഞ്ഞതല്ല, അവരൊടിഞ്ഞു പോയതാ. നിങ്ങളും ഞാനും വിശ്വാസത്താല് ആ കാട്ടൊലിവിൽ നിന്റെ അനുഭവത്തിൽ നിന്നും നല്ല ഒലിവിലേക്ക് അവൻ നമ്മളെ ഒട്ടിച്ചു ചേർത്തു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ക്രിസ്തുവിലെ വിശ്വാസത്താല് ക്രിസ്തുവിലോട്ട്, ആ നല്ല ഒലിവിലോട്ട്, നല്ല ഒലിവ് മരത്തിലോട്ട് ഹല്ലേലൂയ ദൈവം നമ്മളെ ഒട്ടിച്ചു ചേർത്തു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഇതാ നമ്മുടെ ഐഡന്റിറ്റി. ഇതില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യർത്ഥം. യേശുവായെല്ലാം. നമ്മൾ എന്തു പ്രവർത്തിച്ചാലും, യോശുവയുടെ കാര്യം, മഹാപുരോഹിതന്റെ കാര്യം നമ്മൾ കണ്ടു. കറപുരണ്ട തുണിയാ. ആമേൻ. ഇവനെ പുതിയ വസ്ത്രം ധരിപ്പിക്ക്. ഹല്ലേലൂയ. ശാപിയായിട്ട് നിൽക്കുന്ന, ഹല്ലേലൂയ, പാപത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിൽക്കുന്ന യോശുവയെ പിശാച് കുറ്റം വിധിക്കുമ്പോൾ അവനെ നീതീകരിച്ച് ഹല്ലേലൂയ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന, നല്ല വസ്ത്രം ധരിപ്പിക്കുന്ന, പാപത്തെ മാറ്റിക്കളയുന്ന ഈ അനുഭവമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നത്. അങ്ങനെങ്കിൽ ഒരു നല്ല ഒലിവ്, ക്രിസ്തുവെന്ന ഒലിവിനോട്, ആ വേരിനോട് നമ്മളെ ഒട്ടിച്ചു ചേർത്തെങ്കിൽ നമ്മൾ എന്തുവാ കായ്ക്കേണ്ടത്? ആമേൻ. ആ നല്ല വേരിനോട് ഒത്തിട്ട് ചേർത്തെങ്കിൽ ആ നല്ല മരത്തിന്റെ ഫലം കായ്ക്കണം. യേശു ക്രിസ്തുവിന്റെ ഫലം നമ്മളിലൂടെ പുറപ്പെടണം. വചനം പറയുന്ന പ്രകാരം ഫലമാ ദൈവം നോക്കുന്നത്. അവൻ നമ്മുടെ ഫലമാ നോക്കുന്നത്, കൃപാവരങ്ങളല്ല. വചന സ്പിരിറ്റ്, ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആ ദൈവം നോക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് അല്ല. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഭയങ്കര പ്രവൃത്തികൾ. 7-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നേയില്ല. ഞാൻ വലിയ ക്രൂയിസൈഡും സ്റ്റേജ് ആഫ്റ്റർ സ്റ്റേജ് എൻ്റെ പ്രസംഗം, ഭയങ്കര പാട്ടാരാധന. അമ്മേ, ഞാൻ എന്നെ തന്നെ പറയാം, മോനെ, ഞാൻ നിന്നെ അറിയുന്നേയില്ല. ഫലമാ ദൈവം നോക്കുന്നത്. ഈ ദിവസം നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്യാം. ആമേൻ. ആരുമില്ല ഇവിടെ തികഞ്ഞവര്. അല്ല, കർത്താവിനെ ഒന്ന് നോക്കിക്കൊണ്ട്, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ടവനാ. പാപത്തിന്റെ കുഴിയിൽ കിടന്ന കാട്ടൊലിവാ ഞാൻ, കാട്ടുമരമായിരുന്നു ഞാൻ, കാടൻ സ്വഭാവമുള്ളവനായിരുന്നു ഞാൻ. എന്നിൽ ഒരു നല്ല ഫലവും ഇല്ലായിരുന്നു. ചിലത് സ്വാഭാവിക കൊമ്പുകൾ ഒടിഞ്ഞുപോയി, സ്വാഭാവിക കൊമ്പുകൾ ഒടിഞ്ഞുപോയി. യഥാർത്ഥ ദൈവത്തിന്റെ ജനം ഹല്ലേലൂയ മാറിപ്പോയി. അവർ ഒടിഞ്ഞു വീണു. അവിശ്വാസത്താൽ. വിശ്വാസത്താൽ നമുക്ക് കയറി വരുവാൻ കഴിഞ്ഞു.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 18. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. നമ്മുടെ നേരെ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. വേരിനെതിരെ പ്രശംസിക്കണം. ബിക്കോസ് ഒരു കാര്യം നീ മനസ്സിലാക്കണം, നമ്മളല്ല നിൽക്കുന്നത്. ആരെങ്കിലും നിന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. വചനമാ പറയുന്നത്, നിന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം. നിന്നെന്ന് പറയുന്നവനെല്ലാം വീണവന്മാരാ. ഹല്ലേലൂയ. ഞാൻ നിൽക്കുക, എനിക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമാ, ഞാൻ 30 വർഷം ശുശ്രൂഷയില എന്ന് പറയുന്ന ആൾക്കാരെ ഓർത്തോണം, വീണ പുള്ളികളാ. പറയാൻ പറ്റത്തില്ല. അവിടെ ദൈവം എക്സ്പീരിയൻസ് നോക്കത്തേ ഇല്ല. ആമേൻ. ഇന്ന് നീ എങ്ങനായിരിക്കുന്നു? എക്സ്പീരിയൻസ് കണക്കിടാത്ത സ്വർഗമാ. നമ്മളാ എക്സ്പീരിയൻസും ബയോഡേറ്റ നോക്കുന്നത്. മേളിൽ നിനക്കൊരു ബയോഡേറ്റ ഉണ്ട്. ആ ബയോഡാറ്റ നോക്കിയിട്ടായിരിക്കും ദൈവം നമ്മളെ വിധിക്കുന്നത്. ഒരു ബയോഡേറ്റ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിശാച് അവിടെ വാദിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. പിതാവിന്റെ വലതുഭാഗത്ത്, എഫേഷ്യൻസിൽ പറയുന്ന പോലെ, അവന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിൽ എന്നെ ഇരുത്തിയിരിക്കുക. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങ്. ഉയരത്തിലുള്ള കർത്താവ് നമ്മളെ വിടുവിച്ചത്. അവൻ താണിറങ്ങി എന്നെ വിടുവിച്ചെങ്കിൽ ഇന്നൊരു ബോധ്യത്തോടെ ഇവിടുന്ന് മടങ്ങിപ്പോകാവുള്ളൂ. ഒരു ബോധ്യത്തോടെ മടങ്ങിപ്പോകാവുള്ളൂ. സഭയിൽ വരുന്നത് കൊണ്ടോ, സഭയുടെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടോ, പാടുന്നത് കൊണ്ടോ, ലോകപ്രകാരം എന്തെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ടോ, ഹല്ലേലൂയ, നിന്നെ വിലയിടുന്ന ഒരു ദൈവമുണ്ട്. കൃപയാൽ ആ ദൈവം തന്നത്. ഇതൊന്നും കർത്താവ് നോക്കുന്നില്ല. നമ്മുടെ രക്ഷ ഉറപ്പാക്കിക്കൊള്ളണം. കൊമ്പിന് നേരെ പ്രശംസിക്കല്ല്, വേരിനെ നേരെ പ്രശംസിക്കണം. വേരാ എന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. നിന്നുവെന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഇറ്റ്സ് എ വാർണിംഗ്. നിനക്ക് ഞാൻ തന്ന രക്ഷ ഫ്രീ ആയിട്ടാ. നിനക്ക് ഉത്സവ വസ്ത്രം നിന്നെ ഞാൻ ധരിപ്പിച്ചതാ. നീ യോഗ്യതയുള്ളവനല്ലായിരുന്നു. പിശാച് ക്ലെയിം ചെയ്തോണ്ട് നടന്നവനാ നിന്നെ എൻ്റെ ഒരു ഇമാജിനേഷനാ. നിന്നെയാ ഞാൻ രക്ഷിച്ചത്. ഹല്ലേലൂയ. നിന്റെ പേരാ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട് നിന്നെക്കുറിച്ച്. എനിക്ക് പ്രതീക്ഷയുണ്ട് നിന്നെക്കുറിച്ച്. ഹല്ലേലൂയ. ചില പ്രതീക്ഷകളുണ്ട്. ദൈവം വിടുവിച്ചവനെ കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. യേശുവിനെ കുറിച്ച് പറയുവാൻ, ഒരാളെയെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കാനല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇത്ര വലിയ രക്ഷ നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വില ആഴത്തിൽ മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ആ വചനത്തിലോട്ട് തിരിച്ചു വരാം. കൊമ്പുകളിൽ ചിലതൊടിച്ച് കാട്ടൊലിവായിരുന്ന നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇന്ന് പറഞ്ഞു, ക്രിസ്തു എന്ന പാറയിലാ ഞാൻ നിൽക്കുന്നത്. ക്രിസ്തു എന്ന പാറയിലാ ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ ക്രിസ്തു എന്ന പാറയിൽ അവൻ്റെ നാവായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവൻ എൻ്റെ ഉള്ളിൽ തരുന്ന ആത്മബോധ്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം ഇടയായിത്തീരണം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ കായ്ക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രശംസിക്കുമെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നുവെന്ന് എപ്പോഴും ഓർക്കണം. എല്ലാ ദിവസവും നമ്മൾ ഓർക്കണം. നിന്നെ ചുമക്കുന്ന ഒരു വേരുണ്ട്. എപ്പോഴും നീ പറയണം, എന്നെ ചുമക്കുന്ന ഒരു വേരുണ്ട്. ആ പാറയിലാ ഞാൻ നിൽക്കുന്നത്. എന്നെ ചുമക്കുന്ന ഒരു വേരുണ്ട്. ആ പാറയിലാ ഞാൻ നിൽക്കുന്നത്. എൻ്റെ കുടുംബം ആ പാറയിലാ നിൽക്കുന്നത്. സ്തോത്രം. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. എനിക്ക് സ്തോത്രം ചെയ്യാനല്ല,
ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ആ കർത്താവിൻ്റെ കൃപയാലാണ് നാം നിൽക്കുന്നത്. ഇതിനകത്തിന്ന് വന്നവര് കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ കണ്ടവരാ. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട്. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും പറയും യേശു മാത്രം കർത്താവ്. ഈ നല്ല കർത്താവ് നിങ്ങൾക്കും എനിക്കും വേണ്ടി കാൽവറിയിൽ മരിച്ചതിൻ്റെ ഫലങ്ങളാ നമ്മളൊക്കെ. ആമേൻ. അതിനൊരു വില കൊടുത്തു, നമ്മൾ കൊടുത്തില്ല, കർത്താവ് കൊടുത്തു വില. ആമേൻ. നമുക്കൊരു ചെറിയ വേദന വന്നാൽ, നമ്മളെ ആരെങ്കിലും ഒന്ന് വേദനപ്പെടുത്തിയാൽ നമ്മുടെ വായിലെ പഴയ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ആരെങ്കിലും നമ്മളെ ഒന്ന് കുത്തിയാൽ മതി, പഴയ വിട്ടു വന്ന സ്വഭാവം നമ്മൾ കാണിക്കും. വി വിൽ ഷോ. എവിടുന്നാ വന്ന സ്വഭാവം കാണിക്കണമെങ്കിൽ നമ്മളെ ഒന്ന് കുത്തണം. നമ്മളിപ്പോൾ നല്ല കുട്ടപ്പന്മാരായിട്ട് കാര്യത്തോട് അടുക്കട്ട് നമ്മുടെ പഴയ സ്വഭാവം എടുക്കും. നിനക്കെൻ്റെ പഴയ സ്വഭാവം അറിയത്തില്ല. നമ്മൾ അന്നേരം പറയുന്നൊരു ഡയലോഗാ, ഇതൊക്കെ ഞാൻ വിട്ടു വന്നതാ. ആമേൻ. ഓർത്തോണം, അവനിൽ മാനസാന്തരം വരികയോ കൊണപ്പെട്ടിട്ടോ ഇല്ല അവന്. ഇപ്പോഴും അതുണ്ട്. ഹല്ലേലൂയ. ഇത് വിട്ട് കളഞ്ഞിട്ടോടണം, ഇത് വിട്ട് കളഞ്ഞിട്ടോടണം. എന്നാലേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടേലും ഓടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഹല്ലേലൂയ, റൂത്തിൻ്റെ ആർക്കാ, ലോത്തിന്റെ ഭാര്യയ്ക്ക് വന്നത് സംഭവിക്കും. തിരിഞ്ഞു നോക്കി ഓടിയാൽ ഉപ്പുതൂണായി തീരും. വിട്ടിട്ടോടണം, തിരിഞ്ഞു നോക്കല്ല്. ഹല്ലേലൂയ. ഇന്നലകളിൽ വിട്ടു വന്നതിനെ തിരിഞ്ഞു നോക്കല്ല്. ഇന്നലകളിൽ വിട്ടു വന്ന സ്വഭാവത്തെ തിരിഞ്ഞു നോക്കല്ല്. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കായ്ക്കല്ല്. നമ്മളെ ഇപ്പം നട്ടിരിക്കുന്നത് ഫലപ്രദമായ വേരിന പങ്കാളികളാക്കിയെങ്കിൽ ആ മരത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കായ്ക്കണം. ഹല്ലേലൂയ. നിന്നെ അത്ര ചുമക്കുന്നത് വേരല്ല, നീയല്ല, കൊമ്പല്ല, വേര നിന്നെ ചുമക്കുന്നത് എന്നോർക്ക. എന്നാൽ എന്നെ ഒട്ടിച്ച് കളയേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും. ഹല്ലേലൂയ. നമ്മൾ പറയും അവൻ ഒടിഞ്ഞുപോയി, അവൻ വീണുപോയി, അവൻ വിശ്വാസത്തിൽ വീണുപോയി എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അവൻ വീണുപോയതല്ല, അവൻ അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയതാ. ആമേൻ. ഇത് നിനക്കും സംഭവിക്കാം. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഒന്ന് കരമടിക്കാമോ? വിശ്വാസത്താൽ. യേശു ക്രിസ്തുവിലെ വിശ്വാസം ഞാൻ എന്താണെന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഞാൻ നിൽക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നു, ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ നിൽക്കുന്നു. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ആവേശത്തോടെ ഇവിടെ നിൽക്കുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ. ഞാൻ നീതീകരിക്കപ്പെട്ടവനാ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. എൻ്റെ പാപക്കറകളെ മാറ്റി, എൻ്റെ ഷാബിയായിട്ടുള്ള എൻ്റെ ഡ്രസ്സുകൾ മാറ്റി, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, എന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. തീയിൽ നിന്നും എന്നെ വലിച്ചെടുത്ത കൊള്ളിയാ ഞാൻ. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഞാൻ നിൽക്കുന്നു. ഞെളിയാതെ, ഞെളിയാതെ. ആ പദം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞെളിയല്ല്, ഭയപ്പെടുക, നെഞ്ചുവിരിക്കല്ല്. ഹല്ലേലൂയ. തല പൊക്കി കാണിക്കല്ല്, ഭയപ്പെടണം. അവസാനം വരെയും ഇവിടുന്ന് പോകുന്നിടവരെ പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. തന്റെ അവസാന നിമിഷത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇനിയും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കാൻ ഞാൻ പോകുക. ഇതേ പറയാവുള്ളൂ. ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ നാം മുന്നോട്ട് പോകണം. ദൈവം ക്രിസ്തുവേശുവിലൂടെ നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഫലമാണ്. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, വെട്ടിക്കളയും.
ഹാലലൂയ. നാളെ നമുക്കുള്ളതല്ല, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഹാലലിയ, ഒരു ദിവസം കൂടെ, ഒരു നിമിഷം കൂടെ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക രക്ഷിക്കപ്പെടുവാനായിട്ട്. ഹാലലൂയ. സാക്ഷാൽ എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് വെടിപ്പാക്കുന്നു. ചെത്തി വെടിപ്പാക്കുന്നു. ചില ചെത്തലുകള്, ചില പ്രയാസങ്ങള് ജീവിതത്തിലൂടെ വരും. എൻ്റെ ജീവിതത്തിലൂടെയൊക്കെ വരുമ്പം ഒരു ഔട്ട്പുട്ട് കിട്ടാനാ ദൈവം എന്നെ ചെത്തുന്നത്. അതുകൊണ്ട് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്, ആമേൻ, പ്രാഗൽഭ്യത്തോടെ വന്ന് യേശുവിനെ പറയാൻ കഴിയുന്നത് ചെത്തുന്നത് കൊണ്ടാ. ആമേൻ. അവിടുന്ന് തെള്ളി താഴെ ഇടുന്ന ദൈവമാ. ഹാലലൂയ. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തത്തില്ല. അതുകൊണ്ട് ചെത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അധികം ഉപയോഗിക്കാനാ നിങ്ങളെ. ഹാലലൂയ. അധികം ഫലം കായ്ക്കുവാൻ ദൈവം നമ്മളെ ചെത്തുന്നത്, അധികം ഫലം കായ്ക്കുവാനാ ദൈവം നമ്മളെ ചെത്തുന്നത്, പ്രൂൺ ചെയ്യുന്നത്. ഹാലലൂയ. ഫലം കായ്ക്കേണ്ടതിന് ചെത്തി നമ്മളെ വെടിപ്പാക്കുന്നു, നമ്മളെ ചെത്തി ശുദ്ധീകരിക്കുന്നു ദൈവം. എന്തുകൊണ്ടാ? നമ്മളിൽ നിന്ന് ഫലം പുറത്തോട്ട് വരുവാൻ, നല്ല ഫലം പുറത്തോട്ട് വരുവാൻ, നമ്മുടെ നല്ല കർത്താവിന് ഫലം കായ്ക്കുവാൻ, നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ, ഹാലലൂയ, നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്ന ഈ നല്ല കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, നല്ല ഫലം കായ്ക്കുവാൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു കർത്താവ്. ഹാലലൂയ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിമിത്തം നിങ്ങളിപ്പോൾ ഈ വചനം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. The word of God is cleansing you. Hallelujah. ഈ വചനം എന്നിലൂടെ പറയുമ്പോൾ, hallelujah, the spoken word of God is rhema. Hallelujah, the written word of God is logos. ഈ ലോഗോസ് ഞാൻ റേമയായിട്ട് പറയുവാ നിങ്ങളോട്. ഈ റേമ will, hallelujah, the spoken word of God will cleanse you. Will cleanse you. ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുന്നു. ആമേൻ. വിശ്വസിക്കുന്ന വചനം നാം ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ടിടയായി തീരും. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ഈ കേട്ട വചനം നമ്മുടെ ഉള്ളിൽ ആ റേമ വന്ന്, ദൈവം റേമ കൊണ്ടാ, ഹാലലൂയ, വചനം, ദ സ്പോക്കൺ വേർഡ് കൊണ്ടാ എല്ലാത്തെയും സൃഷ്ടിച്ചത്. ആ വചനം കർത്താവായ യേശു ക്രിസ്തുവാ. ഉളവാകട്ടെ. ഈ മനോഹരമായ ഭൂമിയെ, ഈ കാണുന്നതിനെല്ലാം കർത്താവ് സൃഷ്ടിച്ചത് റേമ കൊണ്ടാ ഉളവാക്കിയതെങ്കിൽ, ഹാലലൂയ, ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ് വിൽ ക്രിയേറ്റ്, വിൽ ക്ലെൻസ് us. ഹാലലൂയ. ഈ വചനത്താൽ നാം ശുദ്ധിയുള്ളവരായി തീരുന്നു. എന്നാൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ആമേൻ. ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത്, ഒന്നുകൂടെ വായിക്കാം. ഞാൻ എൻ്റെ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗലേഷ്യൻസ് ഒന്ന് വായിക്കാം. ഹാലലൂയ. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. Galatians 5:22 and 23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിന്റെ ഫലമോ, ദൈവം നമ്മളിൽ നിന്നും നോക്കുന്നത് ആത്മഫലമാ, ആത്മാവിന്റെ വരങ്ങളല്ല. ഫലമാ നോക്കുന്നത്. എന്തുവാ നമ്മളിലുണ്ടോ? ഹാലലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഹാലലൂയ. ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിലുള്ളവർ, നമ്മൾ ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നാം ജഡത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ
ക്രൂശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കരമടിച്ചൊന്ന് ദൈവത്തിന് ആ സ്തോത്രം ചെയ്യാമോ? ഈ ഫലമാ ദൈവം നമ്മൾ ഇന്ന് ഹാലലി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹാലലി ഒരു തലക്കെട്ടിട്ടാൽ ഞാനിങ്ങനെ എഴുതി ഒടുവിൽ ഹാലലൂയ സ്തോത്രം ഗ്ലോറി, ഫലപ്രദമായ വേരിന് എന്നെ പങ്കാളിയാക്കി. ആ ക്രിസ്തു എന്ന ഫലപ്രദമായ വേരിന് എന്നെ പങ്കാളിയാക്കി എന്നൊരു തലക്കെട്ട് കൊടുത്ത് ഈ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ, ഈ ഫലപ്രദമായ ഹാലലിയ വേരിന് എന്നെ പങ്കാളിയായ ദൈവത്തെ ഓർത്ത് ഹാലലി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഫലം കായ്ക്കാനല്ലാതെ മറ്റുള്ളവനെ കുറ്റം വിധിക്കാനോ അവനെ മുറിപ്പെടുത്താനോ അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഫലം കായ്ക്കാനാ. ഹല്ലേലൂയ. കരമടിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. റിബാലാബാമ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ നീതീകരിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കാടന്മാരായ കാട്ടൊലിവായിരുന്ന കർത്താവേ, കാട്ടുമരങ്ങളായിരുന്ന ഞങ്ങളെ നല്ല ഒലിവിനോട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർത്തെങ്കിൽ കർത്താവെ, ആ നല്ല മരത്തിൻ്റെ ഫലം കായ്ക്കുവാൻ കർത്താവ് ഞങ്ങളിന്ന് ഫലമാണല്ലോ നോക്കുന്നത്. ഈ അന്ത്യകാലത്ത് യേശുവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കർത്താവേ, ഗ്ലോറി, ആത്മാവിൻ്റെ ഫലമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ വിവരങ്ങൾ ഏൽപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നപ്പാ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.